പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂലൈ 29 ബുധനാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, ഇന്ന് കൃപാസന അൾത്താറെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആശീർവദിക്കുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ അനുഭവ സാക്ഷികളുടെയും സാക്ഷ്യങ്ങൾ നിനക്കും ഈ നിമിഷം നിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥകളെ അതിജീവിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗപീഠകൾ വലയുന്നവരെ അവരുടെ ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ
കുരിശടയാളത്തിൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകൾ ഈശ്വരനാമത്തിൽ സൗഖ്യം പ്രാപിക്കും. കർത്താവേ, ആശുപത്രി കഴിയുന്നവരെ, കർത്താവേ, ഓരോരോ ജീവിക്കാൻ വേണ്ടി ഓരോരോ ജോലിക്ക് പോകുന്നവരെ, ജോലി അന്വേഷിച്ച് പോകുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ്സിംഗ് ഇരിക്കുന്നവരെ, വിസ നഷ്ടപ്പെട്ടു പോയവരെ, പുതുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ, നാട്ടിലെ ജോലിക്ക് ശ്രമിക്കുന്നവരെ, അതിൻ്റെ പരീക്ഷ എഴുതുന്നവരെ, അതിൻ്റെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നവരെ, കർത്താവേ, പലതരത്തിലുള്ള ജപ്തി നടപടികൾ, പലതരത്തിലുള്ള കോടതി കേസുകൾ, പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന നിനക്ക് മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഞാൻ ഉറപ്പു തരികയും അമ്മ നിന്നെ സഹായിക്കുകയും ഈശോ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സിനിമയിലെ ഒരു വൃത്തികെട്ട കഥാപാത്രമുണ്ട്. പക്ഷെ അയാൾക്ക് കൊടുത്തിരിക്കുന്ന പേര് ഈശോ എന്നാണ്. അപ്പം ലോകപോക്രിയാണ് അയാൾ. പക്ഷേ ഈശോ എന്ന പേര്. അപ്പം ഈശോ എന്നുള്ള പേര് ഏറ്റവും പേടിക്കണതും ഏറ്റവും പേടിക്കുന്ന ആൾ പിശാചാണ്. പിശാചിന് എപ്പോഴും ഇങ്ങനെ ഈശോ എന്ന പേര് തനിക്ക് പേടിയാതെ കാരണം അത് ഭൂമുഖത്തു നിന്ന് തേച്ച് മാച്ച് കളയണമെന്നുള്ള ആഗ്രഹമുള്ളതാണ് പിശാച്. അതുകൊണ്ടാണ് ഇതുപോലെ ഈശോയുടെ വിരുദ്ധ ശക്തികളാണ് ഇതുപോലെയുള്ള കാപാലികന്മാർക്ക് ഈശോ എന്ന് പേരിടുന്നത്. ഇവരെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. ഉദയംപേർ സൂര്യ ദിവസത്തിന് മുമ്പ് 1599 മുമ്പ് ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് ഈശോ എന്ന് പേരുണ്ടായിരുന്നു. അതുകൊണ്ട് മെനേസിസ് പിതാവ് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു, ഉദയംപേർ സൂര്യ കാനൂനിനെ വായിക്കും അറിയാം, ആർക്കും ഈശോ എന്ന പേരിടരുത്. നമ്മൾ പോകുന്ന വഴികൾ നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് ചിന്തിക്കണം എന്നുള്ളതാണ്. ആർക്കും ഈശോ എന്ന് പേരിടരുത് എന്ന് വെച്ചാൽ ആർക്കും ഇവിടെ പണ്ട് ഈശോ എന്ന് പേരിട്ടിരുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ കാണിച്ചു കൊടുത്ത വഴികളിലൂടെയാണ് ഇന്ന് നമ്മളെ ആൾക്കാർ ആക്രമിക്കണത്. ഞാൻ എന്താ പറഞ്ഞിരുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മെത്രാനച്ഛന് ഒരു ഹൃദയത്തിൻ്റെ എന്തോ ഒരു അസുഖം ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ ഹൃദയത്തിൽ ഒരു ബ്ലോക്ക് പോലെയൊക്കെ തോന്നുന്നുണ്ട്, അച്ഛൻ പ്രാർത്ഥിക്കണം. ഞാൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, ഈശോ ഗെത്സേമനിൽ എന്താണ് ചെയ്തത്? യോഹന്നാൻ 12:27-28. ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. ഞാൻ എന്തു പറയേണ്ടു? പിതാവേ, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അല്ല, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. ഈശോ ഗെത്സമനെ ചെയ്തത് തൻ്റെ പീഡാനുഭവങ്ങൾ, താൻ ശരീരത്തിൽ അനുഭവിക്കാൻ പോകുന്ന പീഡാനുഭവങ്ങളെ സഭയുടെ വിശുദ്ധീകരണത്തിനായിട്ട് ഈശോ സമർപ്പിച്ചു. അപ്പോൾ ഈശോയുടെ പീഡാനുഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുരിശിൻ്റെ മരണം തുടങ്ങണത് തന്നെ ഈ ഈശോയുടെ ഈ ഗെത്സമനി തൊട്ട് തുടങ്ങുകയാണ്. ഗെത്സമനി തൊട്ട് തന്നെ ഈശോ സമർപ്പിക്കാൻ തുടങ്ങിയെന്നുള്ളതാണ് രസം. പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കണ കാരണം പരിശുദ്ധാത്മാവ് പറഞ്ഞ് ഈശോയോട് പറഞ്ഞു, ഈശോ, നിൻ്റെ മുഖത്തൊന്നും ഇറ്റ് വീഴുന്ന രക്തമില്ലേ, അതിൻ്റെ ഗന്ധം പോലും ലോകത്തെ വിശുദ്ധീകരിക്കും, നീ അതിൻ്റെ ഗന്ധം പോലും സമർപ്പിക്കാൻ പറഞ്ഞു. ഉടനെ പറഞ്ഞ് ഈശോ പറഞ്ഞ്, ഞാൻ എൻ്റെ ഈ സമർപ്പണത്തിൻ്റെ ലാസ്റ്റാണ് കുരിശിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കണമെന്ന് പറയണല്ലേ. അപ്പം ആദ്യത്തെ സമർപ്പണം എന്താ? പീഡാനുഭവങ്ങളെ സമർപ്പിക്കണതാണ്. അപ്പം എന്തിനാണ്? ഈ പിതാവേ, അങ്ങ് ലോകത്തെ വിശുദ്ധീകരിക്കണമെന്ന്, ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു, ഈ സഹനത്തിലൂടെ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അപ്പോൾ ഞാൻ പിതാവിന് പറഞ്ഞു, പിതാവിൻ്റെ രൂപതയെ പിതാവ് ഈ സഹനം കൊണ്ട് വിശുദ്ധീകരിക്കണം. അപ്പോൾ അതിന് പിതാവിനൊരു അവസ്ഥ ദൈവം തന്നിരിക്കുന്നതാണ്. ഇപ്പം കൃപാസനമൊക്കെ ഇന്ന് നിങ്ങൾ ലോകത്ത്, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഫേസ്ബുക്ക് കണ്ടു, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മനുഷ്യൻ വന്ന് പ്രാർത്ഥിക്കാനും ആഗ്രഹിക്കാനും ഒരു സങ്കടം വന്ന് പറയാൻ പറ്റിയ ഒരിടമാണെന്ന്. സ്വന്തമായിട്ട് ആൾക്കാരിപ്പോൾ സ്വന്തമായിട്ട് ബ്ലോഗ് ചെയ്യുന്നു, സ്വന്തമായിട്ട് ഫേസ്ബുക്ക് ചെയ്യുന്നു. ഒരു കാലത്ത് അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ വിഷയം എന്നാൽ
ഇത് എത്രയോ പേരുടെ സഹനമാണെന്നറിയാമോ ഇന്നത്തെ കൃപാസനം എന്ന് പറയണത്. എത്രയോ പ്രേക്ഷിതരുടെ സഹനങ്ങളാണ് അവിടെ കാഴ്ചവെപ്പ്. ഇപ്പം തന്നെ ഞാൻ തന്നെ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കണത് എന്താ, നിങ്ങളെ എൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ മതി, എന്തുമാത്രം മനുഷ്യരാണ് എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പം ഞാനെന്ത് ചെയ്യും, ഞാൻ കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ കൃപാസനത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വരണമെന്ന് ആഗ്രഹിച്ച ആൾക്കാരെ പോലും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. എൻ്റെ മക്കളെ, എൻ്റെ വിഷയം എന്ന് പറയണത് നമ്മൾ ആവശ്യമില്ലാതെ അങ്ങനെ സംഭവിച്ചല്ല, ഇങ്ങനെ സംഭവിച്ചല്ല, അത് ചെയ്യണമല്ല, ഇത് ചെയ്യണമെന്നല്ല. നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവത്തെ മഹത്വപ്പെടുത്തണമല്ലോ. നമുക്കൊരു ഉത്തരവാദിത്തമേ ഉള്ളൂ. എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്തണമല്ലോ. അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തമെന്ന് നമുക്ക് തോന്നിയാൽ എന്താണ്, പിതാവേ ഇതാ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ, അങ്ങനെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പറയുമ്പോൾ, ഇതാ ഞാൻ മഹത്വപ്പെടുത്തുന്നു, ഇനിയും മഹത്വപ്പെടുത്തുന്നു പിതാവ് പറയണില്ലേ. അപ്പം നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തി വേണ്ടാണ് നമ്മുടെ ജീവിതവും നമ്മുടെ അവസ്ഥകളും എല്ലാം അതിനുവേണ്ടി കാഴ്ചവെക്കുമ്പോൾ ദൈവം നമ്മളെ മഹത്വപ്പെടുത്തും. അത് ദൈവം ചെയ്യേണ്ട കാര്യമാണ്. അത് എന്നെ മഹത്വപ്പെടുത്തണമ്പോൾ എന്നെ മഹത്വപ്പെടുത്തി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അത് പ്രാർത്ഥനയുടെ വിഷയമല്ല. അതുകൊണ്ട് തന്നെ നിൻ്റെ സഹനങ്ങൾ പ്രാർത്ഥനയുടെ വിഷയമാകുന്നതിനേക്കാളുപരി ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള വിഷയങ്ങളാണ്. ഞാൻ അവസാനം പറഞ്ഞത് മൈൻഡ് ഇറ്റ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.